എനിക്ക് നാണക്കേടും ഉണ്ട്, സങ്കടവും ഉണ്ട്, എനിക്ക് എന്താ എൻ്റെ ഫീലിങ്സ് എന്ന് പോലും അറിഞ്ഞൂടാ. അപ്പം ഈ 100 കോടി ക്ലബിലുള്ള മാളിപ്പുറം കഴിഞ്ഞിട്ടും ഇതൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ. അവർ വന്ന് പറയാണ് ആൽഫി ഇന്ന പ്രശ്നമുണ്ട്. അപ്പം ഞാൻ മേക്കപ്പും കഴിഞ്ഞ് കോസ്റ്റ്യൂമും കഴിഞ്ഞിട്ടിരിക്കണേ, അവിടെ നിന്ന് ക്യാരവനിൽ നിന്ന് ഇറങ്ങിയത് എൻ്റെ കണ്ണിൽ നിന്ന് കുടുകുടുകുടുകുടു എന്ന് പറഞ്ഞാണ് വെള്ളം ഒഴിയാണ്ടത്. സ്റ്റിൽ ഞാനൊരു സ്ട്രഗിളിങ് ആർട്ടിസ്റ്റ് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നു അയാള് റോങ് പേഴ്സൺ അല്ല. എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ ഒരുപാട് 1.5 വർഷം എടുത്തു അതിൽ നിന്നൊന്ന് കം ഔട്ടായി വരാൻ. പക്ഷെ അയാൾ റോങ് പേഴ്സൺ ആയിട്ടല്ല. എൻ്റെ ഫീലിങ്സ്, എൻ്റെ ഇമോഷണൽ ഇതൊന്നും ആൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സിനിമയിൽ ആഗ്രഹിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് ഓടിക്കും. എൻ്റെ വീട് അങ്ങനെയുള്ള, കാരണം പഠിക്കുക, ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ കുറ്റം കണ്ടുപിടിക്കുക, ഡിഫക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ജോലി. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം എന്ന് പറഞ്ഞ പോലെ എന്തിലും കുറ്റം കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര കഴിവാണ്. എല്ലാവർക്കും ലവ് മാരേജ് ഒന്നും പറ്റില്ല, നീ ഒന്ന് പെണ്ണ് ഇങ്ങനെ അറേഞ്ച് മാരേജ് നീ ഒന്ന് വിശ്വസിക്ക്, ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ 2-3 പെണ്ണാണ് നിൽക്കാണ്. പക്ഷെ എനിക്ക് ആ സ്പാർക്കില്ല. സത്യം. ഇന്ന് എനിക്ക് സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ ആ വർക്കിൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ഫോക്കസ് ഇല്ലെങ്കിൽ നമ്മൾ 3-4 മണിക്കൂർ എടുത്താൽ അത് തീരില്ല. ആദ്യം അതേപോലെ അതങ്ങോട്ട് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ തീർന്നില്ല, സന്തോഷം. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു ഗെറ്റ് സെറ്റ് ടോക്ക് വിത്ത് സൗമ്യ. ഇന്ന് എന്നോടൊപ്പം ആൽഫി പഞ്ഞിക്കാരൻ. ആൽഫി, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണം. അവിടെയോ? വളരെ സുഖം, സന്തോഷമായിട്ട് പോകുന്നു. അപ്പൊ എന്തായാലും ആൽഫിയുടെ പുതിയ വിശേഷം ചോദിക്കാന്ന് തന്നെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ആദ്യം പുതിയ വിശേഷം, പുതിയ വെബ് സീരീസ് ഹോട്ട്സ്റ്റാർ സ്പെഷ്യൽ നാഗേന്ദ്രൻസ് ഹണിമൂൺ. നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. അതെ, 1 life 5 wives. അപ്പൊ സത്യത്തിൽ അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു വെബ് സീരീസിൽ അഭിനയിക്കണത്. അപ്പോൾ അതും ഹോട്ട്സ്റ്റാറിന്റെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഒരു വെബ് സീരീസിൽ സുരാജേന്റെ പേരായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായില്ല. അതിന്റെ ആ സമയത്ത് അത് കിട്ടിയപ്പോ തൊട്ട് ഞാൻ ഇങ്ങനെ പോവല്ലേ ചില വർക്കുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് മാറിപ്പോവൊക്കെ. അയ്യോ, അത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമല്ലേ? അപ്പൊ അങ്ങനെ അത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചതാ ഇപ്പൊ റിലീസ് ആവാൻ പോവാണ്. ഓക്കെ, അപ്പം നമുക്കിത് കാണുമ്പോൾ ഇതിന്റെ ടീസർ കണ്ടപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അത് കറക്റ്റ് ആയിട്ട് തന്നെ ടാഗ് ലൈൻ പറയുന്നുണ്ട്, 1 life 5 wives. അപ്പം നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തുവരെ പറയാൻ പറ്റും ആൽഫിക്ക്? എനിക്ക് എന്റെ റോള് പറയാം. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഡയറക്ടറിനോട്, ഞാൻ എന്റെ കാര്യം പറഞ്ഞോട്ടെ എന്നാണ്, എന്റെ സേഫ് ആയിട്ട് പോകണം. അല്ല, എന്റെ ക്യാരക്ടറിന്റെ പേര് ജാനകി എന്നാണ്. അപ്പൊ ഞാൻ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞാൽ സുരാജേട്ടൻ ചെയ്യുന്ന റോളിന്റെ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മായിയുടെ മോനായിട്ട് വരും എന്ന് പറഞ്ഞാൽ മുറപ്പെണ്ണ്. അപ്പൊ ആ ഒരു 1978 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കണേ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് വെക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മൾ കല്യാണം കഴിക്കുന്ന പറഞ്ഞു. അപ്പൊ എനിക്ക് അതുകൊണ്ട് കാണുമ്പോ ഒരു ചമ്മലാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ, പിന്നെ അങ്ങനെ കല്യാണം കഴിക്കുന്നു, ആ ഒരു ഫ്ലോ ആണ് എന്റെ പോർഷൻ. അപ്പൊ ഈ ഒരു 5 വൈഫ് ഉണ്ടാവും എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞിരുന്നോ? അതാണ് എനിക്ക് എന്റെ ഭയങ്കര സന്തോഷം. കാരണം നമ്മള് സുരാജന്റെ പേരായിട്ട് അഭിനയിക്കാൻ പറ്റുക. പിന്നെ കൂടെ അഭിനയിക്കുന്നത് ശ്വേത ചേച്ചി, അതേപോലെ നിരഞ്ജന, ഗ്രേസ് ആന്റണി, കനി, പിന്നെ അമ്മു എന്ന് പറഞ്ഞ ഒരു തമിഴിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റും ഉണ്ട്. അപ്പൊ ഇത്രയും പേരുടെ കൂടെ നമ്മളും കൂടെ അഭിനയിക്കാന്ന് പറയുമ്പോൾ, പിന്നെ പ്രശാന്ത് ചേട്ടനുണ്ട്, ഷാജോൻ ചേട്ടനുണ്ട്, രമേശ് ചേട്ടനുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇതില്. അപ്പൊ ഈ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ഇതിന്റെ ഹൈലൈറ്റ് ആക്ച്വലി. പിന്നെ നിതിൻ ചേട്ടൻ എന്റെ ഡയറക്ടർ. അപ്പൊ അത്രയും നല്ലൊരു ടീമാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. നമ്മുടെ യൂഷ്വൽ സിനിമ മേക്കിംഗ് പ്രോസസ് ഒക്കെ തന്നെയായിരുന്നോ, അതോ കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വന്നോ ഇത് ഷൂട്ട് ചെയ്ത് തീർക്കാനൊക്കെ? എന്റെ പോർഷൻ വരുന്നത് ഫസ്റ്റ് എപ്പിസോഡിലാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 4-5 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഈ 4-5 അപ്പൊ അതേപോലെ തന്നെ എല്ലാവരുടെയും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉള്ള ദിവസങ്ങളാണ്. അപ്പൊ ഇപ്പൊ എന്റെ എപ്പിസോഡ്, ഓരോ എപ്പിസോഡിലും ഓരോ പേരാണ്. എന്റെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നതേ ജാനകി എന്ന് പറഞ്ഞ പേര്. അപ്പൊ നമുക്കൊരു അറ്റ്ലീസ്റ്റ് വെബ് സീരീസിന്റെ പേര് കിട്ടിയില്ലെങ്കിൽ അതിലൊരു എപ്പിസോഡിന്റെ പേരെങ്കിലും നമ്മളുടെ ഒരു ക്യാരക്ടറിന്റെ പേര് കിട്ടാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ല. അപ്പൊ അതാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് റിലീസ് ആവാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ അത് 5 എപ്പിസോഡാണ് ടോട്ടലി ഉള്ളത്. 6 എപ്പിസോഡ്. ഓക്കെ, 5 നായകന്മാർ, അത് കഴിഞ്ഞ എല്ലാം കൂടി ഒരു കൺക്ലൂഷൻ.
കാണാൻ പറ്റിയായിരുന്നു എപ്പിസോഡൊക്കെ ആയിട്ട് ഫുൾ ആയിട്ട് നിങ്ങൾക്ക്? ഞാൻ ഡബിന് പോയപ്പോ എന്റെ പോർഷൻ കണ്ടു, പിന്നെ അതേപോലെ നിരഞ്ജനയുടെ പോർഷൻ കണ്ടു. കാരണം നിരഞ്ജനും അത് കഴിഞ്ഞ് ഡബ് ചെയ്യാൻ വന്നു, അപ്പൊ അത് കണ്ടു. പിന്നെ ഞാൻ ഗ്രേസിന്റെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഗ്രേസിന്റെ ഏറ്റവും കോമഡി എനിക്ക് ഭയങ്കര, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രേസ് വന്ന് നിക്കുമ്പോഴേ എനിക്ക് ചിരി വരും. എന്നാലും ഞാൻ കരയണ മൂടാണെങ്കിലും ഗ്രേസ് നിന്നാ എനിക്ക് ചിരിയാണ്. അപ്പോ ആ ഭാഗം ഞാൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടതാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗ്രേസ്. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തിൽ കോമഡിയുടെ ഒരു കോമഡിയിൽ മൂടിയാണോ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്? ഇത് ആക്ച്വലി ഒരു സിറ്റുവേഷൻ കോമഡി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇങ്ങനെ നാഗേന്ദ്രനും സോമൻ എന്ന് പറഞ്ഞ പ്രശാന്ത് ഏട്ടനും കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഒരു സ്ഥലത്ത് ഒരു സ്പേസിൽ ഫസ്റ്റ് കഥ, പിന്നെ കുറച്ച് ട്രാവൽ ചെയ്യുമ്പോൾ അടുത്ത കഥ, അങ്ങനെ ഒരു 6 എപ്പിസോഡ് പോവാണത്. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം നല്ല കോമഡി സബ്ജക്റ്റ് ആണ്. നമുക്കിരുന്ന് ഇത് ഷൂട്ട് ചെയ്യുമ്പോഴേ ഞാൻ ചിരിച്ചിട്ടുണ്ട്. കാരണം എന്റെ പോർഷനിലല്ല, ഈ ബാക്കിയുള്ള കാണുമ്പോ. അപ്പൊ അത് എന്തായാലും എല്ലാം കൂടി മെർജായി വരുമ്പോ, ബാക്ക്ഗ്രൗണ്ട് സോങ്ങും എഡിറ്റിങ്ങും എല്ലാം കൂടി വരുമ്പോ അത് നല്ലൊരു വർക്കായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? അതൊക്കെ വലിയ കഥയാണ്, എന്നാലും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് ഒന്നുകൂടെ കറക്റ്റ് വേർഡ്സിൽ ചോദിക്കാം, എങ്ങനെയാണ് ഈ വെബ് സീരീസിന്റെ ഭാഗമായിട്ട് എത്തിയത്? എനിക്കിതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് സഞ്ജയേട്ടൻ, മാളികപ്പുറത്തിന്റെ തന്നെ ടീമായിരുന്നു. അപ്പൊ സഞ്ജയേട്ടൻ എന്നെ വിളിച്ചിട്ട് ആൽഫി ഇന്ന ഇതുണ്ട്, നിങ്ങക്ക് ഡേറ്റ് ഉണ്ടോ എന്നൊക്കെ പറയണം. അപ്പൊ എനിക്ക് ഡേറ്റേ ഉള്ളൂ, അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഓക്കെ. അപ്പൊ കഥ ഇങ്ങനെ കുറച്ച് പറഞ്ഞു. അപ്പൊ എനിക്ക് നല്ല ഇൻട്രസ്റ്റ്, കാരണം ഓരോ എപ്പിസോഡും അത് ഇത്രയും വലിയ ആർട്ടിസ്റ്റ്, സുരാജേന്റെ പേര് എല്ലാം ഹൈലൈറ്റ് ആണ്, നിതിൻ ചേട്ടന്റെ ഡയറക്ഷൻ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടാ ഓക്കെ ആണ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ ലൈഫിലെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അടുത്ത് വന്നിട്ട് പോകുന്നതാണ് എന്റെ കുറെ അനുഭവങ്ങളുണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ ദൈവമേ പ്രാർത്ഥിക്കാണ് ഇരുന്ന്, ദൈവമേ മാറിപ്പോലെ എന്ന്. അങ്ങനെ അവസാനം ഷൂട്ട് തുടങ്ങി. പിന്നെ ടൈറ്റിൽ പോസ്റ്ററിൽ വരെ ഫസ്റ്റ് ടൈമാണ് എന്റെ ടൈറ്റിൽ പോസ്റ്ററിൽ എന്റെ പേര് വരുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ടൈറ്റിൽ പോസ്റ്റർ വരുന്നതിൽ എന്റെ പേര് കണ്ടപ്പോ തന്നെ മാറ്റില്ലായിരിക്കും. പിന്നെ അങ്ങനെ ഷൂട്ട് തുടങ്ങി, ഷൂട്ടും അടിപൊളിയായിരുന്നു. ഇതാ ഇപ്പൊ പ്രൊമോഷൻ വന്ന് നിൽക്കുന്നു. ഓക്കെ, അപ്പം നമ്മള് ഇടയ്ക്ക് 2 പ്രാവശ്യം നമ്മളത് പറഞ്ഞു, അതായത് അടുത്ത് വരെ എത്തിയിട്ട് ഇങ്ങനെ മിസ് ചെയ്തു പോയ സിനിമകളെ പറ്റിയിട്ട്. ഇത് എത്ര സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ മാറിപ്പോകുന്നതെന്ന് ആൽഫിക്ക് എന്താ തോന്നിയത്? അല്ല, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ അങ്ങനെ മാറിപ്പോയിരുന്നു. അപ്പൊ അതിന് എനിക്ക് ആ സിനിമയുടെ ടീമിനെയും കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ മാളികപ്പുറം ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ അതിൽ നിന്നാണ് ഒരു അമ്മ റോളാണ്, 8 വയസ്സ്. അപ്പൊ എന്നെ നേരിട്ട് കാണുമ്പോൾ അത്രയും തോന്നില്ല എന്നാണ് എല്ലാവരും പറയണത്. അപ്പോ അതെന്താന്ന് വിചാരിച്ചാ അത് കഴിഞ്ഞിട്ട് നേരെ ആ സിനിമ കണ്ടിട്ടാണ് എന്നെ ഒരു മൾട്ടി സ്റ്റാർ മൂവിയിലോട്ട് ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ വിളിക്കുന്നത്. അപ്പൊ അതും അത്രയും വലിയ മൂവി. അപ്പൊ അവര് വിളിച്ചു, കൺഫേം ചെയ്തു, എല്ലാം തീരുമാനമായി. ഇന്ന ദിവസം ഷൂട്ട്, വണ്ടി വിടുന്നു, ക്യാരവനിൽ കയറി മേക്കപ്പ് കോസ്റ്റ്യൂം ഒക്കെ മാറി അവിടെ നിന്ന് എന്നിട്ട് കോസ്റ്റ്യൂം ഇട്ടതിന്റെ ഫോട്ടോ ഡയറക്ടറിനെ കാണിക്കുമ്പോഴാണ് ഡയറക്ടർ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ 35 ഏജ് ഉള്ള ഒരു ക്യാരക്ടർ, ഒരു ലേഡി ക്യാരക്ടർ. പക്ഷെ ഐ എം നോട്ട് ലുക്ക് ലൈക്ക് അങ്ങനത്തെ ആയതുകൊണ്ട് അവർക്ക് അത് ആ സമയത്താണ് അവര് നേരിട്ട് കാണുന്നത്. അവർ ആ സിനിമ കണ്ടിട്ടാണ്. ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ 5 കിലോ ഒക്കെ കൂട്ടിയിരുന്നു. പിന്നെ അതൊരു ലൂസ് ഡ്രസ്സ്, അമ്മ റോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുടിയൊക്കെ മാറി കയറി നമുക്ക് ആ ഒരു ലുക്ക് കൊണ്ടുവന്നതാണ് ആക്ച്വലി. അപ്പൊ അവര് വന്നിട്ട് എല്ലാവരും കൂടി, അവർക്ക് പറയാനും മടി, അവര് വന്ന് പറയാണ് ആൽഫി ഇന്ന പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ മേക്കപ്പും കഴിഞ്ഞ് കോസ്റ്റ്യൂമും കഴിഞ്ഞാട്ട് ഇരിക്കണേ. ഞാൻ മൾട്ടി സ്റ്റാർ പടമാണേ, ഞാൻ പറയാവുന്നവരോടൊക്കെ പറഞ്ഞിട്ട് വേണം പോന്നേക്കണേ. എനിക്ക് നാണക്കേടും ഉണ്ട്, സങ്കടവും ഉണ്ട്, എനിക്ക് എന്താ എന്റെ ഫീലിങ്സ് എന്ന് പോലും അറിഞ്ഞൂടാ. അപ്പം ഈ 100 കോടി ക്ലബിലുള്ള മാളികപ്പുറം കഴിഞ്ഞിട്ടും ഇതൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ. അപ്പൊ അത് കഴിഞ്ഞ് അവര് പറഞ്ഞു സോറി, നമുക്ക് നോക്കാം, ഇത് വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ കണ്ണിപ്പ നിറയും, ഇപ്പൊ പൊട്ടെന്ന് പറഞ്ഞാണ് ഞാൻ നിക്കണേ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇല്ല എന്നാ ശരിയെന്നാ ഞാൻ ഇറങ്ങാണ്. അവര് പറഞ്ഞു പറ്റില്ല, അത് ക്യാരക്ടറിന് പറ്റില്ല. അത് കാരണം കുറച്ച് വണ്ണവും തടിയും വെയിറ്റും ഉള്ള ഒരാളാണ് അവര്, ആ ഒരു ക്യാരക്ടറിന് വേണ്ടത്. അപ്പൊ ഓക്കെ ശരി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ക്യാരവനിൽ നിന്ന് ഇറങ്ങിയത് എന്റെ കണ്ണിൽ നിന്ന് കുടുകുടുകുടുകുടു എന്ന് പറഞ്ഞാണ് വെള്ളം ഒഴികൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോഴും സ്റ്റിൽ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. സ്റ്റിൽ ഞാനൊരു സ്ട്രഗിളിങ് ആർട്ടിസ്റ്റ് തന്നെയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം ഇത്രയും നമ്പർ ഓഫ് സിനിമകൾ ചെയ്തതിന് ശേഷവും. അപ്പം ആദ്യം എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് വരുന്നത് മോഡലിംഗ് രംഗത്തു നിന്നാണ്. ഓക്കെ, അന്നും സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു തന്നെ വന്നതാണോ, ആക്സിഡന്റലി വന്നതാണോ? അങ്ങനെ
അങ്ങനെയല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറയാനൊരു പേടി ഉണ്ടാവില്ലേ. സിനിമയിൽ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ എന്റെ വീട്ടിലൊക്കെ ഓടിക്കും. എന്റെ വീട് അങ്ങനെയുള്ള, കാരണം പഠിക്കുക, ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, അത് കഴിഞ്ഞ് ജോലിക്ക് പോവാ, അങ്ങനെയാണ് എന്റെ വീട്ടുകാരുടെ ഒരു രീതി. അതെ, നമ്മുടെ സാധാരണ ഒരു അച്ഛനമ്മമാരുടെ സ്വപ്നം പോലെ മക്കൾ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് സെറ്റിൽഡ് ആവുക. സിനിമയാ എന്ത് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്റെ വീട്ടുകാർക്ക്. ഇപ്പോഴും അവര് അത്ര സപ്പോർട്ടൊന്നും അല്ല. ആണോ? അമ്മ ഓക്കെ, അമ്മ സപ്പോർട്ട് ചെയ്യുന്ന സൈലന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ബന്ധുക്കളൊക്കെ ആണെങ്കിൽ എന്നെ ഓടിക്കും. ഇപ്പോഴും സിനിമ എന്ന് പറഞ്ഞാൽ നടക്കാണ്ട് പോയി കല്യാണം കഴിച്ച് ജോലിയൊക്കെ നോക്കി പുറത്തെങ്ങാനും പോകും, അതാണ് രക്ഷപ്പെട്ടു എന്ന് പറയണെങ്കിൽ അബ്രോഡ് പോയി സെറ്റിൽ ആവണം, അതാണ് രക്ഷപ്പെടൽ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഒരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് എത്ര ജോലി ചെയ്താലും, ഒരു IT പോയി 2 കോഡ് എഴുതിയ പോലെ എനിക്ക് കിട്ടില്ല. അവിടെ നിന്ന് ഇനി ക്ലയന്റ് ഭയങ്കര അപ്രിസിയേഷൻ തന്നു എന്ന് വിചാരിച്ചാലും എനിക്ക് കിട്ടില്ല. ഈ ഇവിടെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ഇന്നലെ പ്രൊമോഷൻ ആയിരുന്നു, ഞങ്ങൾ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുമ്പോ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒക്കെ ആ നമ്മൾ ഇഷ്ടപ്പെടുന്ന സംസാരിക്കുന്നതൊക്കെ സിനിമയാണ്. അപ്പൊ അവിടെ കിട്ടുന്ന ഒരു സന്തോഷം മറ്റോടത്ത് എന്ത് ഇത് കിട്ടില്ല. ഒരേപോലത്തെ ഇഷ്ടമുള്ള ഒരുപാട് പേര്, അതും സന്തോഷത്തിൽ ജോലി ചെയ്യുന്ന, ഇപ്പം IT പ്രൊഫഷണൽസിന്റെ ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും എവിടെയോ ഒരു സ്റ്റേജിൽ നമ്മൾ മടുത്തു. ഓഫ് കോഴ്സ് എന്റെ കൂടെ ഉള്ളവരോടൊക്കെ ഞാൻ അറിയാണ്ട് ചോദിക്കാറുണ്ട്, എന്റെ മാത്രം കുഴപ്പമാണോ, നിങ്ങൾക്കും ഈ മടുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കും വെറുതെ. അപ്പൊ അവര് പറയും മടുപ്പുണ്ട്, പക്ഷെ വേറെന്താ ചെയ്യാ, ജീവിതം വേറെ എന്താ ചെയ്യാ, വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം പഠിച്ചത് ഇത്, എക്സ്പീരിയൻസ് ഇതില്, പിന്നെ ഏറ്റവും സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് IT. അബ്രോഡ് പോയി സെറ്റിൽ ആവണമെങ്കിൽ അതും പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ഒരു ജോലി വൈസ് ഒരു എല്ലാവരും സ്റ്റാൻഡേർഡ് ഒക്കെ നോക്കുമ്പോൾ ITക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ഒരു വിലയുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും അവർക്ക് താല്പര്യം. പിന്നെ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ കോഡൊക്കെ എഴുതി, ഭയങ്കര അതിൽ ലഹരി കണ്ടെത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലേ? വളരെ ചുരുക്കം. അങ്ങനത്തെ ലഹരി ഇതുവരെ ഉണ്ടായിട്ടില്ല, കോഡ് എഴുതിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഒരു പറഞ്ഞാൽ കോവിഡിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നു. ശിക്കാരി ശംഭു ചെയ്യുന്ന സമയത്ത് വള്ളിക്കുള്ള വെള്ളക്കാരൻ, ഇളയരാജ, ബാക്ക് ടു ബാക്ക് പടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം വിത്തിൻ 1 month ഗ്യാപ്പിലാണ് പടം വരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് സിനിമയുള്ള ഭ്രാന്താണ്. അപ്പൊ ഈ ലീവ് എടുക്കുന്നതുകൊണ്ട് ഓഫീസിൽ ഇഷ്യൂ ആയി തുടങ്ങിയിട്ട് ഞാൻ അവസാനം റിസൈൻ ചെയ്തു. ഞാൻ എന്നിട്ട് ഇനി പോ പുല്ലെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. എനിക്ക് സിനിമ മതി, കാരണം ബാക്ക് ടു ബാക്ക് പടമാണ്. അങ്ങനെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത ആ മന്തിന്ന് 2 വർഷത്തേക്ക് ഞാൻ 2 വർഷം ജോലിയില്ലാണ്ട് നിന്നു. ആ 2 വർഷം പടം ചെയ്തിട്ടില്ല. പിന്നെ സിനിമ വന്നിട്ടില്ല. ആ ഗ്യാപ്പിന്റെ ഇടയിൽ എനിക്ക് വന്നിട്ടില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പടത്തിലൊരു ക്യാരക്ടറോട് മാത്രമാണ് ആ ഒരു 2 വർഷം. പിന്നെ കോവിഡും കൂടി കയറി വന്നു തോന്നുന്നു. ഞാൻ വൺസ് എന്നിട്ട് ഞാൻ ജോലി നോക്കാൻ തുടങ്ങി, പ്രിപ്പയർ ചെയ്ത്. കാരണം നമ്മൾ 2 വർഷം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, ഇരുന്ന് പഠിക്കണം. അതൊക്കെ ഇരുന്ന് പഠിച്ച് ഞാനൊരു കോഴ്സ് എല്ലാം പഠിച്ച് ഞാൻ ഒരു കമ്പനി കയറി വിത്തിൻ ദാറ്റ് മന്ത് തന്നെ ഞാൻ സിനിമ കിട്ടി. അപ്പൊ എനിക്ക് തോന്നിയത് എനിക്ക് മൾട്ടി ടാസ്കിങ് പറ്റുള്ളൂ. അങ്ങനെ സമാധാനത്തില് ഒരു ജോലി ചെയ്യണ്ട, 2 ജോലി കൂടെ കഷ്ടപ്പെട്ട് 2 ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അതാ ഇപ്പോഴും എന്നെ കാണുമ്പോൾ എല്ലാരും കളിയാക്കും, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ലാപ്ടോപ്പ് പിടിച്ചോണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ എനിക്ക് അതാണ് വിധിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പം എന്താ പറയാ, സിനിമാക്കാരെ ഒരുപാട് പേരെ പരിചയമുണ്ട്. അതുപോലെ തന്നെ ഞാനും ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ്, സോഫ്റ്റ്വെയർ കമ്പനീസിലൊക്കെ അഡ്മിനിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാർ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് നേരിട്ട് കണ്ട് കുറെയൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊഫഷൻ കൊണ്ടുപോകുമ്പോൾ തന്നെ വീട്ടിൽ നിൽക്കാൻ സമയമില്ല, തുണി നനയ്ക്കാൻ സമയമില്ല, അവനവന്റെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ സമയമില്ലാണ്ട് ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാര് വേറെ ഒരു ലൈഫും ഇല്ലാത്ത അവസ്ഥയാണ്. നമുക്ക് ജോലി 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 എന്ന് മാത്രമായിരിക്കും അതിനെ സമയം ഉണ്ടാവുള്ളൂ. പക്ഷേ അത്രയും തിരക്കുള്ള ഒരു ജോലിയും അതിനോടൊപ്പം തന്നെ സിനിമ, അതേപോലെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റിൽ പോയി ഇരിക്കുക എന്ന് പറയുന്നത് ഫുൾ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ്, നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത. ഇതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു? അല്ല, ഞാൻ അങ്ങനെ ഒരുപാട് സിനിമ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ആ ബാക്ക് ടു ബാക്ക് വർക്ക് ഇല്ല, ഞാൻ വർഷത്തിൽ 2 പടമൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ സീരീസ് ആയാലും ഇതായാലും 2 വർക്കുള്ളൂ. അപ്പൊ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂട്ട് എന്ന് പറയുന്നത് എത്ര ദിവസം ഉണ്ടാവും? ഈ 2 വർക്കേ ചെയ്യണുള്ളൂ. കൂടി വന്ന ഒരു 2 കൂടി 20 കൂട്ടിയാലും ഓക്കെ, 1 മാസം എടുത്താൽ പോലും 2 മാസം, ബാക്കി 10 മാസം നമ്മൾ വെറുതെ ഇരിക്കുക. ഈ 10 മാസം നമ്മൾ എന്ത് ചെയ്യും? എത്ര നേരം വെറുതെ ഇരിക്കാൻ പറ്റും? എത്ര നേരം നമുക്ക് ഡ്രീം ചെയ്തിരിക്കാൻ പറ്റും? എനിക്കാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന ആളല്ല ഞാൻ, എനിക്ക് ബോറടിക്കും. എനിക്ക് വെറുതെ ഇരുന്ന എനിക്കന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്താ, ഇപ്പൊ ഞാൻ ടെസ്റ്ററാണ് ആക്ച്വലി സോഫ്റ്റ്വെയർ കമ്പനിയില്. ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ കുറ്റം കണ്ടുപിടിക്കുക, ഡിഫക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ജോലി. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം എന്ന് പറഞ്ഞ പോലെ എന്തിലും കുറ്റം കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര കഴിവാണ്. ഞാൻ ഒരാളുടെ കാരണം ഞാനൊരു 8 വർഷമായിട്ട് വർക്ക് ചെയ്യല്ല. 8 വർഷമായിട്ട്
ഞാനൊരു നല്ലത് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്റെ ചിന്തകൾ കൊണ്ടാണെന്നറിയില്ല. ഞാൻ അതിലായിട്ട് ഇപ്പൊ ഞാൻ ഒരു ഈ ഡ്രസ്സ് കൊള്ളാലോ എന്നല്ല പറയണേ, ഈ ഡ്രസ്സിലൂടെ എന്തുകൊണ്ട് എന്റെ മൊത്തം തോട്ട്സ് ആ ലെവലിലോട്ട് മാറി. പിന്നെ ഇപ്പൊ എന്റെ എന്തെങ്കിലും ഇപ്പൊ എന്റെ ഈവൻ റിലേഷൻഷിപ്പ്, എന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ആളൊരു നുണ പറഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ പിടിക്കും. അപ്പൊ ഞാനേ ഒരു എന്താ പറയാ, ഡിഫക്ട് ഡിറ്റക്ടിങ് റഡാർ എപ്പോഴും ഓൺ ആയിരിക്കും അല്ലേ എവിടെയും. എനിക്കറിയില്ല, ഞാൻ ആ പഠിച്ചിറങ്ങിയപ്പോ തൊട്ട് ഞാനൊരു ടെസ്റ്റർ ആയതുകൊണ്ടാണ് ഇതെല്ലാം അങ്ങനെ ഒരു ലെവലിലോട്ടായി. നമ്മളൊരു ജോലിയിൽ കയറുമ്പോൾ, അതിപ്പോ ഏത് ജോലിയിലായിക്കോട്ടെ, പിന്നെ നമ്മുടെ ലൈഫ് അതിൽ സെറ്റിൽഡ് ആവുക, അവിടെ നമ്മൾ ഉയർന്നുയർന്നു പോവുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും നമ്മൾ ഏതൊരു മേഖലയിലേക്കും കാലെടുത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് സിനിമ പോലത്തെ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഈ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ കുറച്ചുകൂടെ ലെവല് സ്കെയില് കൂടിയതായിരിക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് സിനിമയിലേക്ക് വരുന്നത്, പണ്ട് കുറെ വർഷം മുന്നേ വരെ സിനിമയിലേക്ക് വൺസ് ഒരു 2-3 അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, സെറ്റാണ് ലൈഫിൽ. നമുക്ക് പിന്നെ അങ്ങോട്ട് സിനിമ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് കുറെ കാലത്തേക്കെങ്കിലും അതൊരു സേഫ് ആയിട്ടുള്ളൊരു പ്രൊഫഷൻ, എൻ്റെ ഇൻകം ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യത്തിരിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് പലർക്കും ഒരു അഷ്വറൻസ് ഇല്ലാത്ത മേഖല. നമുക്കൊരു പാഷൻ എന്നുള്ള രീതിയിൽ സിനിമ കൺസിഡർ ചെയ്യാം, പക്ഷെ ഒരിക്കലും നമ്മുടെ പ്രൊഫഷൻ ഇനി നാളെ എൻ്റെ ഇൻകം ഇതായിരിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ആ ഒരു അസ്ഥിരത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, ആക്ച്വലി ഇപ്പൊ ഇവൻ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ്, എൻ്റെ കൂടെ വന്നവര് വരെ എല്ലാവരും പറയാറുണ്ട് ഇതിനൊരു സ്ഥിരതയില്ല. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ജോലി വെച്ചാലോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും എല്ലാവരും നോ എന്നാണ് എൻ്റെ അടുത്ത് പറയണത്. ഇപ്പൊ ഞാനൊരു ഡയറക്ടറിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ പറയും, ആൽഫി നീ എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് ജോലി ചെയ്യുക. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ജനറേഷൻ ഇതിൽ സിനിമ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യുന്ന വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ റീച്ചിൽ എത്തണം. ഇപ്പൊ ഞാൻ ആ റീച്ചിൽ എത്താണെങ്കിൽ ബാക്ക് ടു ബാക്ക് വർക്ക് ഉണ്ട് എനിക്ക്. ആക്ച്വലി ഞാൻ ജോലി എന്തിനാ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി. ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്ക് സിനിമയിൽ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ ബ്രേക്ക് എടുത്ത് ഞാൻ ഇതിലോട്ട് ഫുൾ ആൻഡ് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അതിനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോ ഇല്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ആ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് വർക്ക്, എന്തെങ്കിലും വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പഠിച്ചത് ഇതായതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണേ. വൺസ് ഞാൻ സെറ്റ് ആണെങ്കിൽ രാജിക്കത്ത് റെഡിയാക്കി വെച്ചേക്കുമല്ലേ വീശാനായിട്ട്. അതെ, കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും ഇഷ്ടപ്പെടാതെ ജോലി ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് IT ഇഷ്ടമല്ല എന്നല്ല പറയണേ. ഇപ്പൊ ഞാൻ ഇത്രയും ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പൊ ചടപടപ്പെടെ വർക്ക് ചെയ്യാൻ പറ്റും എനിക്ക്. പക്ഷെ നമ്മളൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കണം. ഈ ഫീൽഡിലെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ഇപ്പൊ പുതിയ പൈത്തൺ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോ നമുക്ക് എല്ലാത്തിനെ പറ്റിയും ഭയങ്കര നോളജ് വേണം. അപ്പോ ഇവിടെയും കഷ്ടപ്പാടുണ്ട്. അപ്പൊ അതും ഞാൻ ഇപ്പോഴും ഇരുന്ന് പഠിക്കണ്ട്, ഇടയ്ക്ക് ഫ്രീ കിട്ടുമ്പോ. പക്ഷെ എനിക്ക് പഠിക്കാൻ തുടങ്ങി ഉറക്കം വരും എന്നുള്ള കുഴപ്പമുള്ളൂ. നമുക്ക് ശീലമൊക്കെ വിട്ടുപോയി. നമ്മൾ ഔട്ട് ഓഫ് ടച്ച് ആയി പഠിക്കാന്നുള്ള കോളേജ് ടൈമിൽ പഠിച്ചിട്ട് പിന്നെ പഠിക്കുമ്പോ നമ്മളൊരു ആ ഒരു ഏജ് ഗ്രൂപ്പും കറക്റ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റും. നമ്മൾ അത് കഴിഞ്ഞൊരു ജോലിയിലൊക്കെ സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ സ്കില്ല് മൊത്തത്തിൽ നമ്മൾ മറന്നു പോകും. ഡയലോഗ് എന്നെ കഷ്ടപ്പെടാൻ. എന്നാൽ അതിനൊരു സന്തോഷമില്ലേ സിനിമയിലേക്ക് ഒരു ആ ഇമോഷൻ, അതായത് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും ഇവിടെ തമ്മിലുള്ള ആ ഡിഫറൻസ് പറയാൻ പറ്റുമോ? ഓപ്പൺ ആയിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ വാക്കുകളിലൂടെ? സിനിമയിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. പിന്നെ അത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ അഭിനയം, ആക്ടിങ് ആണ്. പിന്നെ രണ്ട് സ്ഥലത്തും നമുക്ക് വേണമെങ്കിൽ അപ്രിസിയേഷൻ കിട്ടും. പക്ഷെ ഇതിന് കിട്ടുന്ന നമ്മുടെ ഒരു വർക്കിന് നല്ല ഒരു 100% അപ്രിസിയേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ട് ഉള്ളിൻ്റെ. അവിടെ എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ആ ഒരു കൾച്ചർ വേറെ. പിന്നെ അവിടെ നമ്മൾ എനിക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് വർക്ക് ചെയ്യുന്നതിനോട് ഞാൻ ഒട്ടും താല്പര്യമുള്ള ആളല്ല. പക്ഷെ ഞാൻ 8 വർഷം എങ്ങനെ വർക്ക് ചെയ്തു എനിക്ക് അറിഞ്ഞൂടാ. കുത്തിരുന്നതേ, അതും ലാപ്ടോപ്പ് കുറച്ചു നേരം നോക്കി കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. പണ്ടൊക്കെ ഓഫീസിൽ എങ്ങനെയാന്ന് വെച്ചാൽ 10 മിനിറ്റ് അവിടെ ഇരുന്നാൽ 10 മിനിറ്റ് ബ്രേക്കാണ്. കറങ്ങി തിരിഞ്ഞു വരും. എങ്ങോട്ടൊന്നുമില്ല, കറങ്ങി തിരിഞ്ഞു വരും. അപ്പൊ ഇപ്പൊ ഞാൻ ആക്ച്വലി കൂടുതലും വർക്ക് ഫ്രം ഹോം ആണ്. ഈ ഒരു കൊറോണ ടൈമിന് ശേഷം അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് ഭയങ്കര ഒരു, പക്ഷെ ഇപ്പൊ തുടങ്ങി ഞങ്ങൾക്ക് തിരിച്ച് ബാക്ക് ടു ഓഫീസ് തുടങ്ങി. ഓക്കെ, ഹൈബ്രിഡ് ആയിട്ട്. അത് ഹൈബ്രിഡ് പോലെ അല്ല, ഇപ്പൊ ഡെയിലി ഓഫീസിൽ പോകണം എന്നുള്ള ഒരു പാറ്റേണിലേക്ക് എത്തി. ഈ ഓഫീസിൽ ആക്ച്വലി നമുക്ക് ഈ വേറൊരു കരിയർ കൂടി കൊണ്ടുപോകുന്ന സമയത്ത് പൊതുവെ HR നിന്നൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഒരു പരിധിവരെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തത് ബാംഗ്ലൂർ ബേസ്ഡ് ടീമായിട്ടാണ്.
അപ്പോ ഞാൻ അവരോട് ഞാൻ ഇൻസ്റ്റയില ഞാൻ എന്റെ വാട്സാപ്പിൽ പോലും കൊണ്ടുവന്ന് വേറെ ഒന്നും ഇടില്ല. ഇടില്ല. ഞാൻ വളരെ നല്ല കുട്ടിയാണ്. പിന്നെ വർക്ക് റിലേറ്റഡ് എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും വരില്ല. ഓക്കെ. അത് കാരണം ഞാൻ അവിടെ ആദ്യമേ ഉണ്ടാക്കിയെടുത്ത ഒരു പേരുണ്ട്. ആദ്യമേ കുത്തിരുന്ന് നോട്ടൊക്കെ എടുത്ത് നമുക്കൊരു ഇത് തരും, ഒരു KT പോലെ തരും. ആ സമയത്ത് കുത്തിരുന്ന് ഞാൻ പഠിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ KT കഴിഞ്ഞിട്ട് റിവേഴ്സ് KT ഉണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് വളരെ അങ്ങോട്ടേക്ക് ഇതൊക്കെയല്ല വാക്ക് എന്ന് KT പറഞ്ഞാൽ മീൻസ് KT എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നോളജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അവര് നമുക്ക് ഫസ്റ്റ് ജോയിൻ കുറച്ച് ചെയ്യുമ്പോൾ സാധനങ്ങൾ തന്നെ പഠിപ്പിക്കും. അപ്പൊ ആ സമയത്തെ ഞാൻ 2 വർഷത്തെ ഗ്യാപ്പിലാണ് ഞാൻ തിരിച്ചു കയറുന്നത്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവണമെന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ബാക്കിയുള്ളവരെക്കാളും ഫോക്കസ്ഡ് ആയിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഭയങ്കര അവര് വിചാരിച്ചു ഞാൻ എന്ത് പഠിപ്പിസ്റ്റാണ്. ഇത്രയും സിനിമകൾ ചെയ്തു വരുമ്പോഴത്തേക്കും ഇപ്പൊ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണ്? വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുക എന്നുള്ളത് തന്നെ. കല്യാണം കഴിക്കാന്നുള്ളത് ഒരിടയ്ക്ക് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ്ഡ് ആയി 2 മാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നിക്കണോ, അതാണ് അമ്മയ്ക്ക് വേണ്ടത്. അപ്പൊ അമ്മ വേണ്ട. എന്റെ അമ്മ ഭയങ്കര പാവമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കുമ്പോ വേണ്ട, നീ എപ്പെങ്കിലും കെട്ടിയാ മതി, നിനക്ക് തോന്നുമ്പോ കെട്ടിയാ മതി. അപ്പൊ പിന്നെ ആദ്യം എന്റെ അമ്മ ഭയങ്കര അഭിനയായിരുന്നു, കരഞ്ഞൊക്കെ ഈ അഭിനയായിരുന്നു എന്റെ അമ്മ ഒരിടയ്ക്ക്. ഞാൻ എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് എന്റെ അമ്മ ആകെ കേൾക്കുന്നത് അമ്മയുടെ ഒരു യങ്ങർ സിസ്റ്റർ ഉണ്ട്, ആന്റി പറഞ്ഞാലേ കേൾക്കുള്ളൂ. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ഇതാണ് എനിക്ക് നല്ലൊരു ഒരാളെ ഇഷ്ടപ്പെട്ട് ഞാൻ ആ ഇഷ്ടപ്പെടാണ്ട് ഈ അറേഞ്ച് മാരേജ് ഒന്നും എനിക്ക് സെറ്റ് ആവണില്ല. ഞാൻ ആക്ച്വലി പെണ്ണ് കാണാൻ പോയിട്ടൊക്കെ ഉണ്ട്. പെണ്ണ് കാണാനല്ല, പെണ്ണ് കാണാൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു 6 മാസം മുമ്പ് വരെ ഞാൻ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എവിടെയെങ്കിലും ഒരു കോഫി പോയി അതാണ്. പക്ഷെ എനിക്ക് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്ന പോലെ തോന്നുള്ളൂ. ഇതൊരു വൈബ് മീറ്റ് ചെയ്യലാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തെങ്കിലും ആ ഒരു സാധനം എനിക്ക് കിട്ടണില്ല. ഫുഡ് എന്താണ് വേണ്ടത്, വെരി കാഷ്വലി എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരി, ആക്ച്വലി എന്നിട്ട് ഞാൻ അവസാനം പറയും, അല്ല നമ്മള് ഇപ്പൊ ഈവൻ കല്യാണം നടന്നില്ലെങ്കിലും നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അവര് ഇത് നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ അപ്പുറത്തോട്ടുള്ള ഒരു സാധ്യത വഴി അങ്ങ് ഗേറ്റ് അടച്ചു കഴിഞ്ഞു. അല്ല എനിക്ക് അറേഞ്ച് മാരേജ് എല്ലാവരും പറഞ്ഞു, എല്ലാവർക്കും ലവ് മാരേജ് ഒന്നും പറ്റില്ല, നീ ഒന്ന് പെണ്ണ് ഇങ്ങനെ അറേഞ്ച് മാരേജ് നീ ഒന്ന് വിശ്വസിക്ക്, ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ 2-3 പെണ്ണാണ് നിക്കാണ്. പക്ഷെ എനിക്ക് ആ സ്പാർക്ക് ഇല്ല. സത്യം എനിക്ക് ആ സ്പാർക്ക് ഇല്ല. ഒരു വേവ് ലെങ്ത് മീറ്റ് ചെയ്യണില്ല. കാണുമ്പോ തന്നെ നമുക്കൊരു സാധനം ഒരു ഫീല് വേണ്ട. അടിവൈറ്റ് മഞ്ഞ് സുഖം, ബട്ടർഫ്ലൈ ഒന്നും തോന്നണില്ല. പിന്നെ എങ്ങനെ ഞാൻ ലൈഫ് ടൈം അവരുടെ കൂടെ ജീവിക്കും. അത് നമ്മൾ ഒരാളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീട് എല്ലാം നമ്മൾ ഷെയർ ചെയ്താണ് പോകുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഇച്ചിരി OCD ഇഷ്യൂ ഉണ്ടോ? അപ്പൊ ഞാൻ എനിക്ക് അറിഞ്ഞൂടാ ഈ OCD ഏത് ലെവൽ വരെയൊക്കെ ഉണ്ട്. ഭയങ്കര ഹൈ ലെവൽ അല്ലെങ്കിലും നന്നായിട്ടൊരു മീഡിയം ഉണ്ട്. ഇപ്പൊ തന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്തതിനേക്കാളും ഇത് നീറ്റ് ആക്കണം എന്നുള്ളതാണ് എന്റെ മൈൻഡിൽ ആദ്യം കിടക്കുന്നത്. അപ്പൊ ഞാൻ കുക്ക് ചെയ്യണതിന്റെ ഇടയിൽ കൂടെ ഞാൻ നീറ്റാക്കി പോകും. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഏറ്റവും അടി ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് കുറെ സിംഗിൾ പാത്രം വേണം. ഞാൻ ചെല്ലുമ്പോ തൊട്ട് ഞാൻ ഓർക്കും, ഞാൻ അമ്മേനെ കാണുമ്പോ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ, അമ്മ ഭയങ്കര പാവാണ്, അമ്മോട് ഞാൻ ഒച്ചെടുക്കുന്നതല്ല, അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകും. കുറെ പാത്രമൊന്നല്ലേ ഈ പാത്രങ്ങളിലെ സാധനങ്ങളൊക്കെ. ഇത് പക്ഷെ ഹസ്ബൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം OCD ഉള്ളൊരു ഹസ്ബൻഡിനെ കിട്ടിയില്ലെങ്കിൽ രണ്ടുപേർക്കും പ്രശ്നവും അല്ലേ? അതെ. കാരണം എനിക്ക് ചില സമയത്ത് ഞാൻ ഇന്നലെ തന്നെ പ്രൊമോഷൻ കഴിഞ്ഞ് വന്നു, എല്ലാം ഞാൻ അടുക്കി പറക്കിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഉള്ള സാഹചര്യം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാനിപ്പോ ഒരു റൂമിൽ താമസിക്കാൻ അടുത്ത റൂമിലാണ് ഞാൻ എന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് അത് ഞാൻ നീറ്റാക്കി മടക്കി ഇവിടെ വെക്കും. ചിലപ്പോ സ്ഥലം ഇല്ലെങ്കിൽ അത് വെക്കും. അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും അങ്ങനെ കുഴപ്പമില്ല. ടൂ മച്ച് OCD എങ്കില്ല, ചെറുതായിട്ട് കൺട്രോളബിൾ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന രീതിയിലുള്ള. എന്നാലും എനിക്ക് ആരെങ്കിലും ഇപ്പൊ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ എന്റെ ബെഡിൽ വന്നിരിക്കാം, എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോ അമ്മയാണെങ്കിൽ വരെ പറയും, അമ്മ കാലേറ്റ് വെച്ചിരിക്കരുത്, അമ്മ കുളിച്ചിട്ട് വാ. ഇപ്പൊ ഹോസ്പിറ്റലിൽ കോവിഡ് ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കോവിഡ് ടൈമില് ഞാൻ അമ്മോട് പറയാം, അമ്മ കുളിച്ചിട്ട് വീട്ടിലിരുന്നാ മതി. ഇതാണ് എന്റെ പ്രശ്നം. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ നേരെ പോയി കുളിക്കും, അവിടെ ഇരിക്കില്ല. പുറത്തൊക്കെ ഇട്ട് വന്നല്ലേ ഇരിക്കില്ല. അപ്പൊ അതൊക്കെ ബെഡിൽ ഒട്ടും പോവില്ല, ബെഡിലോട്ടേ ഇരിക്കില്ല. ബെഡ് നമുക്ക് കുറച്ചും കൂടി നീറ്റ് കിടന്നുറങ്ങണ സ്ഥലമല്ല. അപ്പൊ അങ്ങനത്തെ ഇച്ചിരി OCD ഉണ്ട്. ലൈഫ് പാർട്ട്ണറെ പറ്റിയുള്ള ഒരു സങ്കല്പം എന്താണ്? നമുക്ക് ഉണ്ടാവൂല്ലോ എല്ലാവർക്കും. സങ്കല്പത്തിനൊന്നും ഒരു കുറവില്ല.
അതിന് പിശുക്കണ്ടല്ലോ അല്ലേ? അല്ല, എനിക്ക് ആക്ച്വലി ഒരു വൈബ് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടത്. ആ ഒരു കോമ്പാക്ടിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഞാനിപ്പോ എന്റെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ കഥകളാണ് ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഇന്റർവ്യൂ പോയി ആദ്യം ചോദിക്കണ കാര്യം. ഞാൻ ഇപ്പൊ അവസാനം നിർത്തി. അതാ ഞാൻ ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു, അപ്പൊ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഇന്റർവ്യൂവിന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു അതൊക്കെ എല്ലാവരുടെ ലൈഫിലുള്ളതല്ലേ. കാരണം പറഞ്ഞു അടുത്ത് ഇത് കേട്ടിട്ട് എന്റെ ഫ്രണ്ട്സ് പറയുന്നത് നിനക്ക് ഇതിന് മാത്രം ദുഃഖമാണ് അൽഫീന്ന്. ഞാൻ ശരിയാണ് പറയാൻ തന്നെ അറിയാതൊരു ദുഃഖപുത്രിയായി മാറുകയാണോ? അപ്പൊ ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉള്ളതാണ്. ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ 6 മാസം, ഒരു വർഷം പ്രേമിക്കുകയാണെങ്കിൽ 1.5 വർഷം എടുക്കും ഞാൻ അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു ഇത്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഒരു ഇഷ്യൂ ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ 6 മാസം അല്ല 1 വർഷം സന്തോഷിക്കുന്നേക്കാളും ഇരട്ടി ഞാൻ അവിടെ ഇരുന്ന് കരയും. എന്നാണ് ഞാൻ അറ്റാച്ച്ഡ് പേഴ്സൺ ആണ്. കുറച്ച് ഇന്റൻസ് ആയിട്ട് സ്നേഹിക്കുകയും ചെയ്യും, അതേപോലെ ഇരുന്ന് കരയുകയും ചെയ്യും. അപ്പൊ ഇത്തിരി പ്രശ്നം. അപ്പൊ ഒരു നമ്മളെ ഇപ്പൊ ഞാനിപ്പോ നമ്മളൊരാള് റിലേഷൻഷിപ്പായി, അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞപ്പോ അവരാണ് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുമാണ് സഫർ ചെയ്യുന്നത് മൊത്തം ഞാനാണ്. അപ്പൊ എന്തിനാണ് ഞാൻ ഇങ്ങനെ സഫർ ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നത്? അപ്പൊ ഒന്നെങ്കിൽ ആ കോമ്പാറ്റിബിലിറ്റി ഇല്ല. ഇപ്പൊ എന്നെ മനസ്സിലാക്കുന്ന, ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റിയേനെ. എന്ന് പറഞ്ഞാൽ അയാളുടെ കുറ്റമല്ല, ഹീസ് നോട്ട്, ഞാൻ എപ്പോഴും പറയുന്നു അയാള് റോങ് പേഴ്സൺ അല്ല. എന്റെ റിലേഷൻഷിപ്പിൽ ഞാൻ 1.5 വർഷം എടുത്തു അതിൽ നിന്നൊന്നും കമ്മൗട്ടായി വരാൻ. പക്ഷെ അയാൾ റോങ് പേഴ്സൺ ആയിട്ടല്ല. എന്റെ ഫീലിങ്സ്, എന്റെ ഇമോഷണൽ ഇതൊന്നും ആൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ കാണാൻ വിളിച്ചാൽ പോലും ഫസ്റ്റ് ആനിവേഴ്സറി ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഒരു ആനിവേഴ്സറി, നമുക്ക് അതൊക്കെ എന്തൊരു ഭയങ്കര സ്പെഷ്യൽ ആണ്. എന്നിട്ട് ഞാൻ ഒന്ന് കാണാൻ വിളിച്ചാൽ പോലും സമയമില്ല. 5 മിനിറ്റ് 1 മിനിറ്റ് കെഞ്ചാണ് ലിറ്ററലി. അപ്പൊ ഇതിനൊക്കെ എന്താ പറയാ, പ്രയോറിറ്റീസ് എന്താണ് ലൈഫിൽ അല്ലേ നമ്മള്? അല്ല, ഞാൻ ആക്ച്വലി ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തി. 1 വർഷം പോയി പറഞ്ഞല്ല. പക്ഷെ എന്നാലും അതിന് ഇമ്പോർട്ടൻസ് ഇല്ല, ആൾക്ക് പ്രയോറിറ്റി ഇല്ല. ആളുടെ പ്രയോറിറ്റി പോയി. എന്നിട്ട് ഞാൻ 5 പ്രാവശ്യം ഇതേപോലെ എന്തോ പല കാര്യം പറഞ്ഞു ഗ്യാപ്പിട്ട് 5 പ്രാവശ്യം വിളിച്ചിട്ടും ആൾക്ക് താല്പര്യമില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇനി അയാളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ലൈഫില്, നമ്മുടെ ഒരു പൊസിഷൻ അതിങ്ങനെ നമ്മൾ തന്നെ എനിക്ക് വേണം, ഐ ഡിസേർവ് ദിസ്, എനിക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി വേണം എന്ന് പറഞ്ഞാണ് ഒരു ജീവിതം മൊത്തം പല സ്ത്രീകളും കൊണ്ടുപോകുന്നത്. കല്യാണം കഴിഞ്ഞും എല്ലാ സ്റ്റേജിലും ഇത് തന്നെയാണ്. നമുക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എത്രയൊക്കെ കിട്ടിയാലും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു 1 വർഷം കൊണ്ട് കാര്യം മനസ്സിലാക്കി 1.5 വർഷം കൊണ്ട് റിക്കവർ ചെയ്ത് എടുക്കുന്നതാണ് ലൈഫിൽ ഏറ്റവും നല്ല ചോയ്സ്. ആക്ച്വലി ആ 1 വർഷം ഞാൻ കരയുന്നുണ്ടെങ്കിലും ഞാൻ ആക്ച്വലി ഫ്ലാറ്റ് വാങ്ങിച്ചു, ഞാൻ ജോലി മാറി, ഞാൻ എന്റെ ജോലിയിൽ ഹൈക്ക് കിട്ടി, ഞാൻ ഈ വെബ് സീരീസ് ചെയ്തു, എന്റെ കാര്യങ്ങൾ പക്കയായിട്ട് ഞാൻ നടത്തി സൈഡിൽ കൂടെ. എന്നാണ് ഇരുന്ന് കരയാനുള്ളത് കരയും. പക്ഷെ അത് എന്റെ ഫ്രണ്ട്സ് പറയും നീ ഇരുന്ന് കരയുകയും ചെയ്യുന്നുണ്ട്, നീ ഫ്ലാറ്റ് വാങ്ങിച്ചു, അതിന്റെ ഇന്റീരിയർ മൊത്തം നിന്ന് ചെയ്യിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഞാൻ ഭയങ്കര എന്റെ വീട്ടുകാർ എന്നെ അങ്ങനെ വളർത്തിയേക്കണം. കാരണം ഞങ്ങൾ 2 പെൺപിള്ളേരാ. എന്റെ അച്ഛൻ കടയിൽ പോണോ നീ പോവാ എന്നാണ്. 2 പെൺപിള്ളേരുള്ളൂ, ഒരു ആൺകുട്ടി ഇല്ല വീട്ടിൽ. എനിക്ക് ആക്ച്വലി കുക്ക് ചെയ്യാൻ ഇച്ചിരി മടിയുള്ളത്. സാധാരണ പെണ്ണുങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടം, എനിക്ക് കുക്ക് ചെയ്യാനാണ്. എന്നാലും ഞാൻ ഇന്ന് കുക്ക് ചെയ്തിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അതുള്ള കാര്യം പറയും, എനിക്ക് ഇഷ്ടമുള്ളപ്പോഴേ കുക്ക് ചെയ്യുള്ളൂ. ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് ഇപ്പൊ താമസിക്കണം. ഓഫീസിന്റെ അടുത്ത് തന്നെ ഇപ്പൊ ഇവിടെ ഇൻഫോ പാർക്കിൽ അടുത്ത് താമസിക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് ഫ്ലാറ്റ് എടുത്തു. അപ്പൊ എന്റെ പാരന്റ്സ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ബേസ് എമൗണ്ട് വേണം, എന്റെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അടിച്ചു പിടിച്ച് നടക്കുന്നു, ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു, ആ ആറ്റിറ്റ്യൂഡാണ് എന്റെ. ജോലി ഉണ്ടെങ്കിലും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ പാരന്റ്സ് തന്നെയാ. അല്ല, ഈ ഒരു കണ്ടീഷനിൽ, അതായത് നമ്മൾ ബ്രേക്കപ്പ് ആ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു ടഫ് ഫേസ് ആണ്. അതിനിടയിൽ കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കരിയർ ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോക്കസ് ക്ലിയർ ആയിട്ടുണ്ട്. എനിക്ക് മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ജോലി ആയാലും സിനിമയാണെങ്കിലും എനിക്ക് ഈ വർക്ക് ഇന്ന് തീർത്തു കൊടുക്കണം, ഇന്ന് എനിക്ക് സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ ആ വർക്കിൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ഫോക്കസ് ഇല്ലെങ്കിൽ നമ്മൾ 3-4 മണിക്കൂർ എടുത്താൽ അത് തീരില്ല. അതേപോലെ അതങ്ങോട്ട് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ സന്തോഷം, പിന്നെ അങ്ങോട്ട് ഉള്ള സമയം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഞാൻ എന്നെ പൊക്കി പറയുന്നൊന്നല്ല, എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ 4 കാലിൽ പൂച്ച മോളിൽ നിന്ന് വീണ് 4 കാലിൽ വീഴുന്ന് പറയില്ലേ, ലിറ്ററലി എന്റെ അവസ്ഥ അതാണ്. സേഫ് ലാൻഡിംഗ് ആണ് എപ്പോഴും. എന്ത് ദൈവം കൂടെ ഉണ്ട്, സേഫ് ലാൻഡിങ്ങിന്റെ ആളാണ്. ഇവൻ കോളേജിൽ പഠിച്ച സമയത്ത് പോലും എന്റെ കൂടെ ഭയങ്കര പഠിപ്പിസ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ 70ക്ക് താഴെ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പഠിപ്പിസ്റ്റുകൾക്കൊന്നും ജോലി കിട്ടില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടി. ആദ്യം ഞാൻ ഇപ്പോഴും ആലോചിക്കാതെ എങ്ങനെ